മരണഭയത്താൽ ഇറാനെ പേടിച്ച് ഒളിച്ചോടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജീവനും കൊണ്ടോടുക മാത്രമല്ലാതെ സ്വന്തം പൗരന്മാരുടെ ജീവൻ വരെ അപകടത്തിലാക്കിയിരിക്കുകയാണ് ട്രംപ്. ട്രംപ് എവിടേക്ക് പോകുന്നു, ഏത് വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്, അമേരിക്കയുടെ അടുത്ത നീക്കം എന്താണ്, ഇതൊക്കെ ഇനി അമേരിക്കയുടെ സുരക്ഷാ ഏജൻസികൾ മാത്രം അറിയുന്ന ഒരു കാര്യങ്ങളല്ല. ഇറാനും ഇതേ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ ആയുധം മിസൈലുകളോ യുദ്ധവിമാനങ്ങളോ മാത്രമല്ല, ഇൻഫർമേഷൻ ആണ്, വിവരങ്ങൾ. ആരാണ് ആദ്യം എതിരാളിയുടെ നീക്കം മനസ്സിലാക്കുന്നത് എന്നതാണ് യുദ്ധത്തിന്റെ ഗതി നിർണയിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സംഭവം വലിയ ചർച്ചയാകുന്നത്. ജൂലൈയിൽ നാറ്റോ ഉച്ചകോടിക്കായി തുർക്കിയിലെ അങ്കാറയിൽ എത്തിയിരുന്ന ട്രംപിന്റെ മടക്കയാത്രയിൽ അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതീവ രഹസ്യമായ ഒരു നീക്കം നടത്തി. ട്രംപ് സാധാരണയായി ഉപയോഗിക്കുന്ന എയർഫോഴ്സ് 1 വിമാനത്തിൽ തന്നെയാണ് മടങ്ങുന്നതെന്ന് പുറത്തേക്ക് തോന്നിപ്പിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. വിശ്വസനീയമായ മിസൈൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ട്രംപിനെ രഹസ്യമായി ചെറിയ സർക്കാർ വിമാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം എയർഫോഴ്സ് 1 മറ്റൊരു ദിശയിലേക്ക് പറന്നു. ഈ എയർഫോഴ്സ് 1 വിമാനത്തിലാകട്ടെ മാധ്യമ പ്രവർത്തകരും മറ്റു ഉദ്യോഗസ്ഥരുമായിരുന്നു. മിസൈൽ ഭീഷണിയുള്ള കാര്യം അറിയിച്ചിട്ടില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. അത് ഒരു ഡിക്കോയ് ഫ്ലൈറ്റ് അഥവാ എതിരാളിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വിമാനമായി പ്രവർത്തിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനുമായി ബന്ധമുള്ളതായി കരുതപ്പെട്ട ഒരു ഭീഷണിയാണ് അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങളെ ആശങ്കപ്പെടുത്തിയത്. ഭീഷണിയുടെ കൃത്യതയെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്കിടയിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അപകട സാധ്യത അവഗണിക്കാൻ കഴിയാത്തതായിരുന്നു. ഇവിടെയാണ് പ്രധാന ചോദ്യം. ഇറാന് ട്രംപിന്റെ നീക്കങ്ങൾ എത്രത്തോളം അറിയാൻ കഴിയുന്നു? ഇറാൻ നേരിട്ട് ട്രംപിന്റെ ഓരോ ചുവടും റഡാറിൽ കാണുന്നു എന്ന് പറയുന്നത് അതിശയോക്തിയായിരിക്കും. കാരണം റഡാർ എന്നത് ഇവിടെ ഒരു പ്രതീകാത്മക പ്രയോഗമായും മനസ്സിലാക്കണം. ഒരു രാജ്യത്തിന്റെ സൈനിക നിരീക്ഷണം റഡാറിൽ മാത്രം ഒതുങ്ങുന്നില്ല. റഡാർ സംവിധാനങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഇലക്ട്രോണിക് ഇന്റലിജൻസ്, സിഗ്നൽ ഇന്റലിജൻസ്, സൈബർ സംവിധാനങ്ങൾ, മനുഷ്യ വിവര ശൃംഖലകൾ, വിമാനങ്ങളുടെ നീക്കങ്ങൾ, കപ്പലുകളുടെ സഞ്ചാരം, ഇതെല്ലാം ചേർന്നാണ് ഒരു രാജ്യത്തിന്റെ സിറ്റുവേഷണൽ അവയർനെസ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധഭൂമിയിൽ ഒരു വിമാനത്തിന്റെ പറക്കൽ പോലും ഒരു വിവരമായി മാറുന്നു. അമേരിക്കൻ സൈന്യം ഇറാനിലെ റഡാർ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ളതും ഇതേ യുദ്ധത്തിന്റെ ഭാഗമാണ്. ജൂൺ മാസത്തിൽ അമേരിക്ക ഇറാന്റെ തെക്കൻ തീരത്തെ റഡാർ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന് പിന്നാലെ ഇറാൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ഇരുപക്ഷവും ആദ്യം ശ്രമിക്കുന്നത് ഒരേ കാര്യത്തിനാണ്: എതിരാളിയുടെ കണ്ണടയ്ക്കുക. എതിരാളിക്ക് നിങ്ങളെ കണ്ടെത്താൻ കഴിയാതിരിക്കണം. നിങ്ങളുടെ വിമാനങ്ങൾ എവിടെയാണ്, യുദ്ധക്കപ്പലുകൾ എവിടെയാണ്, മിസൈൽ സംവിധാനങ്ങൾ എവിടെയാണ്, അടുത്ത ആക്രമണം എവിടെ നിന്നായിരിക്കും, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ ആധുനിക യുദ്ധത്തിൽ ഏറ്റവും ശക്തമായ സൈന്യത്തിന് പോലും വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. ഇവിടെയാണ് ട്രംപിന്റെ രഹസ്യ വിമാനമാറ്റം ശ്രദ്ധേയമാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും എതിരാളിയുടെ കയ്യിലെത്താൻ സാധ്യതയുണ്ടെങ്കിൽ പ്രസിഡന്റ് തന്നെയാണ് ഒരു ഹൈ വാല്യൂ ടാർഗറ്റ്. അതുകൊണ്ടാണ് വിമാനത്തിന്റെ തിരിച്ചറിയൽ മറയ്ക്കുക, യാത്രാമാർഗം മാറ്റുക, ഡെക്കോയ് ഉപയോഗിക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ പ്രാധാന്യമാകുന്നത്. ട്രംപിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇതിന് ഉദാഹരണമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപും ചെറിയൊരു സംഘം ഉദ്യോഗസ്ഥരും കാറ്ററിംഗ് ട്രക്ക് ഉപയോഗിച്ചുള്ള രഹസ്യ നീക്കത്തിലൂടെയാണ് മറ്റൊരു വിമാനത്തിലെത്തിയത്. അതേസമയം മാധ്യമ പ്രവർത്തകരും മുതിർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിരുന്ന എയർഫോഴ്സ് 1 പതിവ് പോലെ പറന്നു. അങ്ങനെ നോക്കുമ്പോൾ പുറത്തുള്ള ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ചിത്രം ഒന്ന്, യഥാർത്ഥ യാത്ര മറ്റൊന്ന്. ഇത് സിനിമയിലെ ഒരു രംഗം പോലെ തോന്നാം. പക്ഷെ ആധുനിക യുദ്ധത്തിൽ ഡിസെപ്ഷൻ, അതായത് ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കൽ, വളരെ പ്രധാനപ്പെട്ട സൈനിക തന്ത്രമാണ്. ഇനി മറ്റൊരു ചോദ്യം, ഇറാൻ ശരിക്കും ട്രംപിന്റെ വിമാനത്തെ ലക്ഷ്യമിട്ടിരുന്നോ എന്നതാണ്. ഇവിടെ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങൾ ലഭിച്ച ഭീഷണി വിശ്വസനീയമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ട്രംപിന്റെ വിമാനത്തെ ആക്രമിക്കാൻ ഇറാൻ നേരിട്ട് അന്തിമ ആക്രമണ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്ന് തെളിയിക്കുന്ന പൊതുവായി ലഭ്യമായ നിർണായക തെളിവ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനാൽ ഈ സംഭവം ഇറാൻ ട്രംപിനെ ആക്രമിക്കാൻ ഒരുങ്ങി എന്ന ഉറപ്പായ വസ്തുതയായി അവതരിപ്പിക്കുന്നതും ശരിയല്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്,
അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങൾ ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ്? കാരണം കഴിഞ്ഞ മാസങ്ങളിലെ സംഘർഷം വെറും അതിർത്തിക്കുള്ളിലെ ഏറ്റുമുട്ടലായി മാറിയിട്ടില്ല. ഗൾഫ് മേഖല, ഹോർമൂസ് കടലിടുക്ക്, അമേരിക്കൻ സൈനിക താവളങ്ങൾ, കപ്പൽ ഗതാഗതം, ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അമേരിക്കൻ സൈന്യം ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ റഡാർ സംവിധാനങ്ങളും മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളും തീരസംരക്ഷണ സംവിധാനങ്ങളും ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇതിന്റെ മറുവശത്ത് ഇറാനും അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നു. അമേരിക്കയുടെ സൈനിക ശക്തി ലോകത്തിൽ ഏറ്റവും ശക്തമായതാണെങ്കിലും ഒരു വലിയ യുദ്ധത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ശത്രുവിന്റെ ആയുധ ശേഖരം മാത്രമല്ല, ശത്രുവിന് നിങ്ങളുടെ അടുത്ത നീക്കം മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുമോ എന്നതാണ്. അതുകൊണ്ടാണ് ഇന്റലിജൻസ് ഇത്ര പ്രധാനപ്പെട്ടത്. ഒരു റഡാർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ചെറിയൊരു സിഗ്നൽ പോലും ഒരു യുദ്ധവിമാനത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയേക്കാം. ഒരു സാറ്റലൈറ്റ് ചിത്രം ഒരു മിസൈൽ ലോഞ്ചറിന്റെ സ്ഥാനം കണ്ടെത്തിയേക്കാം. ഒരു റേഡിയോ സിഗ്നൽ ഒരു സൈനിക യൂണിറ്റിന്റെ പ്രവർത്തനം വെളിപ്പെടുത്തിയേക്കാം. ഒരു വിമാനത്തിന്റെ യാത്രാ പാറ്റേൺ പോലും അടുത്ത ലക്ഷ്യത്തെക്കുറിച്ച് സൂചന നൽകാം. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ കാണപ്പെടാതിരിക്കുക എന്നത് വലിയൊരു ആയുധമാണ്. ട്രംപിന്റെ വിമാനമാറ്റം ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുകയാണ്. ഇവിടെ മറ്റൊരു രാഷ്ട്രീയ സൈനിക സന്ദേശവുമുണ്ട്. അമേരിക്കയ്ക്ക് ഇറാന്റെ ഭീഷണിയെ കുറിച്ച് എത്രമാത്രം ആശങ്കയുണ്ട് എന്നതിന്റെ സൂചനയാണ് ഈ സംഭവം നൽകുന്നത്. അതേസമയം ട്രംപ് ഭരണകൂടം ഇറാനെതിരെ ശക്തമായ സമ്മർദ്ദം തുടരുന്നതിനിടയിലും ചർച്ചകൾ വഴിയൊരുക്കുന്ന നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് ആദ്യവാരത്തിൽ ട്രംപ് ഇറാനുമായുള്ള ചർച്ചകൾ നടക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഇറാനെതിരായ ഒരു വലിയ ആക്രമണം താൽക്കാലികമായി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ഇപ്പോഴത്തെ സ്ഥിതി ഒരു വാക്കിൽ പറഞ്ഞാൽ യുദ്ധവും ചർച്ചയും ഒരേ സമയം നടക്കുന്ന അവസ്ഥ. മറുവശത്ത് ആക്രമണ ഭീഷണി, മറുവശത്ത് നയതന്ത്ര നീക്കങ്ങൾ, ഒരു വശത്ത് സൈനിക സന്നാഹങ്ങൾ, മറുവശത്ത് സമാധാന ചർച്ചകൾ. ഇതിനിടയിലാണ് ഓരോ വിമാനവും ഓരോ കപ്പലും ഓരോ റഡാർ സിഗ്നലും നിർണായകമാകുന്നത്. അമേരിക്ക കരുതുന്നത് ഇറാൻ തങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ്. ഇറാൻ കരുതുന്നത് അമേരിക്ക തങ്ങളുടെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം മിസൈലുകൾ ആകാശത്ത് പറക്കുന്ന യുദ്ധം മാത്രമല്ല, ഇത് കണ്ണുകളുടെ യുദ്ധം കൂടിയാണ്. ആരാണ് ആദ്യം കാണുന്നത്? ആരാണ് ആദ്യം മനസ്സിലാക്കുന്നത്? ആരാണ് ആദ്യം തെറ്റിദ്ധരിപ്പിക്കുന്നത്? ആരാണ് ആദ്യം ആക്രമിക്കുന്നത്? ഈ 4 ചോദ്യങ്ങളുടെയും ഉത്തരമാണ് അടുത്ത ഘട്ടത്തിലെ സംഘർഷത്തിന്റെ ഗതി നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചോദിക്കേണ്ട ചോദ്യം ട്രംപിന്റെ ഓരോ നീക്കവും ഇറാന്റെ റഡാറിലാണോ എന്നത് മാത്രമാണ്. അതിനേക്കാൾ വലിയ ചോദ്യം ഇരു രാജ്യങ്ങളും പരസ്പരം എത്രമാത്രം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രസിഡന്റ് സ്വന്തം വിമാനത്തിൽ പോലും സുരക്ഷിതനല്ലെന്ന് കരുതി യാത്രാമാർഗം മാറ്റേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ അത് ഈ സംഘർഷത്തിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്ന ഒരു സൂചന തന്നെയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ അമേരിക്ക എന്തു തീരുമാനമെടുക്കും? ഇറാൻ എങ്ങനെ പ്രതികരിക്കും? ഹോർമൂസ് കടലിടുക്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുമോ? അതോ ചർച്ചകൾ യഥാർത്ഥ സമാധാനത്തിലേക്ക് നീങ്ങുമോ? അത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഈ യുദ്ധത്തിൽ മിസൈലുകൾ മാത്രമല്ല പറക്കുന്നത്, വിവരങ്ങളും പറക്കുന്നുണ്ട്. ആ വിവരങ്ങളെ ആദ്യം പിടിച്ചെടുക്കുന്നവർക്കായിരിക്കും അടുത്ത നീക്കത്തിൽ മുൻതൂക്കം. അതിനാൽ ട്രംപിന്റെ ഓരോ നീക്കവും ലോകം കാണുമ്പോൾ ഇറാനും അത് കാണുന്നുണ്ടോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.